നമുക്ക് ജയവും തോൽവി എങ്ങനെയാ പറയണേ നോക്കാട്ടോ ഹിന്ദിയില്. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണ് ജയിച്ചത് അല്ലെങ്കിൽ ആരാണ് ജയിക്കുക എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ചോദിക്കുന്നത് നോക്കാം. ഓക്കെ, ജയം എന്ന് പറയാനായിട്ട് വിജയം എന്ന് പറയുന്നത് ജീത്ത് എന്നാണ് ഹിന്ദിയിൽ പറയാം. ജീത്ത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് തോൽവി അല്ലെ. തോൽവിനെ പറയുന്നത് ഹാർ എന്നാണ് കേട്ടോ. ഹാർ എന്ന് പറഞ്ഞ തോൽവി. ഇപ്പൊ ആരാ ജയിച്ചേ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ആരാ ജയിച്ചേ? കോൺ ജീത്ത. കോൺ ജീത്ത. ആരാണ് ജയിച്ചത് എന്ന് ചോദിക്കുന്ന. അതല്ലെങ്കിൽ ആരാ ജയിക്കുക എന്നാണെങ്കിലോ ആരാ ജയിക്കുക? കോൺ ജീത്തേക. കോൺ ജീത്തേക. ഫ്യൂച്ചർ രൂപം അത്രേ ഉള്ളൂ കേട്ടോ. ജീത്തന എന്നുള്ള വാക്കിന്റെ ഫ്യൂച്ചർ രൂപം. ഓക്കെ, ഇനി അതുപോലെ അവൻ ജയിച്ചു അല്ലെങ്കിൽ അവൾ ജയിച്ചു എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ. അപ്പൊ അവൻ ജയിച്ചു എന്ന് പറയാനായിട്ട് വോ ജീത്ത അല്ലെങ്കിൽ ജീത് ഗയ. വോ ജീത്ത. വോ ജീത് ഗയ എന്ന് പറഞ്ഞ എന്താണ്? അവൻ ജയിച്ചു എന്ന് പറയുന്ന. ഇപ്പൊ നമ്മള് മാച്ച് നടക്കുമ്പോ, ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോ ഇന്ത്യ ജയിച്ചു എന്ന് പറയാം അല്ലെ. ഇന്ത്യ ജയിച്ചു എന്ന് തന്നെ പറയാ ഇന്ത്യ ജീത് ഗയ. ഇന്ത്യ ജീത് ഗയ. ഇന്ത്യ ജയിച്ചു എന്ന് പറയുന്നതാ. ഓക്കെ, ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലേ തോറ്റു എന്ന് പറയാനാണെങ്കിൽ ഹാർ ഗയ. ഹാർ ഗയ. അപ്പൊ ജീത്തിന എന്ന് പറഞ്ഞ ജയിക്കുക, ഹാർന എന്ന് പറഞ്ഞ തോൽക്കുക. ജീത്ത് ജയം, ഹാർ തോൽവി. ഓക്കെ.